നമ്മൾ ഈ സാധനം തറയിൽ വന്ന് ഇട്ട് നെയ്യാണ്. അപ്പോൾ നെയ്യുമ്പോൾ നമ്മളുടെ ഒരൊറ്റ ആളുടെ ആവശ്യമാണ് ഇവിടെ. പക്ഷേ ഈ ഒരുക്കി കൊടുക്കൽ സ്ത്രീകളുടെയാണ്. ആ സ്ത്രീകൾ ഇങ്ങനെ ഇതെല്ലാം ചുറ്റിക്കൊടുത്ത് ഈ നൂല് നമ്മൾ വസ്ത്രം നെയ്യുന്നു. മുണ്ട് ഡബിളാണെങ്കിലും സാരി ആണെങ്കിലും സെറ്റ് മുണ്ടാണെങ്കിലും നെയ്യുന്നു. അതിൽ കരകൾ കൊടുക്കുന്നത് ഇതുപോലെ ഏത് കളറാണോ പാർട്ടികൾ ഓർഡർ തരിക ആ ഓർഡർ തരുന്ന അനുസരിച്ചിട്ട് പച്ചയോ ചാണക പച്ചയോ കറുപ്പോ മെറൂണോ കാപ്പി കളറോ അങ്ങനെ ഏതാണോ നമ്മൾ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു മുണ്ടിന് നമുക്ക് ഡബിൾ 4 മീറ്റർ നെയ്താൽ കിട്ടുന്നത് ഒരു 400 റുപ്യ 450 റുപ്യ കൂലി കിട്ടും. ആ കൂലിയിൽ ഒരു 20-30% സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ നമ്മളെ നമ്മുടെ കുടുംബമായതുകൊണ്ട് സ്ത്രീകൾക്ക് മാറ്റി കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മളൊരു 10-11,000 റുപ്യയുടെ വരുമാനമാണ് ഒരു മാസം 30 ദിവസം നമ്മുടെ വർക്കിടത്ത് കിട്ടുന്നത്. ആ കിട്ടുന്നതിലാണ് നമ്മുടെ കുടുംബച്ചെലവ്, ആശുപത്രി, സ്കൂൾ കുട്ടികളെ മക്കളെ പഠിപ്പിക്കുക, യാത്ര പോവുക, കല്യാണ ചെലവുകൾ, വിരുന്ന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ വഴിക്കാണ്. കാണുന്നത് പോലെ നിസ്സാരക്കാരനല്ല കൈത്തറി. ഒരു ഡബിൾ മുണ്ടോ സാരിയോ നെയ്തെടുക്കാനായി മാത്രം 2-ലധികം ദിവസമെങ്കിലും വേണ്ടിവരും. നിസ്സാരമൊരു നൂൽ പോലും പൊട്ടിയാൽ അത് പൂർണ്ണമായും വസ്ത്രത്തിന്റെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മത നെയ്ത്തിന് അനിവാര്യമാണ്. ഒരു പാവിൽ 4200 അഴി നൂലുകളാണുള്ളത്. അതിൽ 2100 അഴി മുകളിലും 2100 അഴി താഴെയും കാണാം. ഇതിനിടയിലൂടെ ഒരു നൂല് കടത്തിയാണ് നെയ്യുന്നത്. ഈ നൂല് ഒന്നോ അതിലധികമോ ദിവസം കഞ്ഞിവെള്ളത്തിൽ മുക്കിയിടും. നൂലിൻ്റെ ബലം വർദ്ധിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത് ഓരോരോ ഏഴായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതും കൊണ്ട് രണ്ട് ഇങ്ങനെ ഏറ്റുമുട്ടിയിട്ട് ഇതിപ്പോൾ ഏറ്റുമുട്ടിയില്ലേ, ഇതിനി പുറത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ഈ പാവിൻ്റെ ഉള്ളിൽ 45 മീറ്റർ നീളമുണ്ടാവും ഇതിൽ. ഈ 45 മീറ്ററും പുറത്ത് കൊണ്ടുപോയിട്ട് നേരാക്കിയിട്ട് ചുറ്റിയിട്ട് തരയിൽ കൊണ്ടുവന്നിട്ട് ഇത് ഫുള്ളും ഈ സൈഡിലേക്ക് ഇതൊക്കെ വേസ്റ്റായി പോകും. ഇതിൻ്റെ ഇപ്പുറത്തുള്ളതാണ് ഞങ്ങൾ നെയ്ത്തിന് എടുക്കാൻ പറ്റുള്ളൂ. കോഴിക്കോട് സാമൂതിരി രാജാവ് അദ്ദേഹത്തിൻ്റെ അനുജനായ ഏറാൾപ്പാട് രാജാവിന് ഭരണത്തിൻ്റെ ചുമതല വീതിച്ചു കൊടുത്തു. അങ്ങനെ വീതിച്ചു കൊടുത്ത ഈ സ്ഥലമാണ് വള്ളുവനാട് താലൂക്കിൽപ്പെട്ട ഈ സ്ഥലം. അങ്ങനെ ഏറാൾപ്പാട് രാജാവ് കോഴിക്കോട് നിന്ന് ഈ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഇത് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമാക്കി ഇവിടെ ഒരു കൊട്ടാരം പണിത് ഈ കൊട്ടാരത്തിൽ സ്ഥിരതാമസമാക്കി. ഇങ്ങനെ രാജാക്കന്മാർ സ്ഥിരതാമസം ആക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഓരോരുത്തരായിട്ട് ആലോചിച്ച് ആദ്യമായിട്ട് അംഗവസ്ത്രം നെയ്യാൻ എവിടെ കിട്ടുമെന്ന് അങ്ങനെ അന്വേഷിച്ച് കർണാടകത്തിലെ ഹംപിയിൽ നിന്ന് കോഴിക്കോട് സാമൂതിരി രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് 10-20 കുടുംബങ്ങളെ അവിടുന്ന് കുടിയേറി പാർപ്പിച്ചു ഇവിടെ ഈ കരിമ്പുഴ നെയ്ത്ത് ഗ്രാമത്തിൽ. അങ്ങനെയാണ് ഞങ്ങളിവിടെ ആദ്യമായി ഇവിടെ വന്ന് പെടുന്നത്. ഞങ്ങൾ നെയ്യുന്ന കാലത്ത് ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നൂല് പെട്ടി കഴി എന്നാണ് പറയുക, കഴി പെട്ടി എന്നൊക്കെ പറയാം. ആ നൂല് റാട്ട മുഖാന്തരം എടുത്ത് വേറെ ബോഗിണി എന്ന് പറയും, ആ ബോഗിണിയിൽ ചുറ്റി ഈ ബോഗിണികളെങ്ങനെ ഒരു പാവിനുള്ള ബോഗിണി 10-30-25 ബോഗിണി ഉണ്ടാക്കിയിട്ട് ഒരു പാവിനുള്ള ബോഗിണി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് വലിയൊരു ഈ പാവുണ്ടാക്കുന്ന ഒരു മെഷീനുണ്ട്, ഊഞ്ഞാൽ പോലെ വലുതായിട്ടൊരു മെഷീനുണ്ട്. ആ മെഷീനിൽ കൊടുത്ത് അത് പാവാക്കി ആ പാവ് കൊണ്ടുവന്ന് ഓരോ വീട്ടുകാരും അവരവരുടെ മുറ്റത്ത് ഈ സാധനം നൂർത്തി വെച്ച് നല്ല ടൈറ്റാക്കി കഞ്ഞിപ്പശ കൊടുക്കും. കഞ്ഞിപ്പശ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വാർത്ത കഞ്ഞിയാണ്. അവരവരുടെ വീട്ടിൽ വാർത്ത കഞ്ഞി ശേഖരിച്ച് വയ്ക്കും. ഇന്നത്തെ കഞ്ഞി ശേഖരിക്കും, നാളേക്കെടുക്കും, നാളത്തെ കഞ്ഞി ശേഖരിച്ച് വയ്ക്കും. അങ്ങനെ 3-4 ദിവസം കൂടുമ്പോൾ ഈ കഞ്ഞിയാണ് ഈ മുറ്റത്ത് പാവ് നൂർത്തിയിട്ട് ഈ കഞ്ഞി പശ ഒന്നിച്ച് കൊടുക്കുകയാണ്.
പാവിൽ കൊടുക്കുകയാണ്. പാവിൽ ഒന്നിച്ച് കഞ്ഞിപ്പശ മുക്കി കൊടുത്തതിന് ശേഷം ഈ കഞ്ഞിപ്പശ പിഴിഞ്ഞ് കളയണം. കഞ്ഞിയെ നൂലിൽ നിന്ന് പിഴിഞ്ഞ് കളയണം. പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ സാധനം ബ്രഷിട്ട് നന്നായിട്ട് ഉണക്കുകയാണ്. മുറ്റത്ത് നല്ല നൂർത്തി നല്ല ടൈറ്റായിട്ട് കെട്ടിവെച്ച് ബ്രഷിട്ട് അത് ഉണങ്ങുന്നതിന് അനുസരിച്ച് ബ്രഷിട്ട് അങ്ങനെ ഉണക്കുകയാണ്. അങ്ങനെ ഉണക്കിയെടുത്ത പാവായിരുന്നു. ഈ പാവിനെ നെയ്ത്ത് മുറിച്ചതിന് ശേഷം ആ നെയ്ത്തിൻ്റെ ഇഴയോടൊപ്പം ഇതിൻ്റെ ഒരേഴയും അതിൻ്റെ ഒരേഴയും കൂടി ചേർത്ത് ഏച്ചു കൂട്ടി അടുത്ത പാവലിക്ക് ആ അച്ചിനെ കയറ്റുകയാണ്. അങ്ങനെ നെയ്തിട്ട് പുതിയ പാവലിക്ക് വന്നു. ഈ സാധനങ്ങളൊക്കെ അടുത്ത പാവലിക്ക് കയറും. ഈ ജോയിൻ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പുതിയ പാവലിക്ക് കയറും. പുതിയ പാവലിക്ക് കയറിക്കഴിഞ്ഞാൽ ആ പാവ് വീണ്ടും നെയ്യും. അത് നെയ്യുമ്പോൾ ഏതാണ്ട് 10 ഡബിളാണ് വരിക. പിന്നെ ഇത് പ്രിൻറ്റിങ്, സ്ക്രീൻ പ്രിൻറ്റിങ് ആണിത്. നമ്മൾ ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം ഇത് ഒക്കെ ഫാഷൻ മാറിയതുകൊണ്ട് നമ്മൾ അതിലേക്ക് മാറുകയാണ്. നമ്മുടെ നെയ്ത്തിൻ്റെ ഇത് പ്ലെയിനായിട്ട് നെയ്യുന്നത് ഇങ്ങനെ വൈറ്റ് ആയതുകൊണ്ട് അധികം എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോഴത്തെ തലമുറകൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്, പ്രിൻറ്റിങ് ഇതിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ക്രീൻ പ്രിൻറ്റിങ് ആണ്, എല്ലാം മാനുവലി ചെയ്യുന്ന വർക്ക് തന്നെയാണിത്. ഒരു ദിവസം നമുക്കിത് അതിന് ഡിസൈൻ അനുസരിച്ചുള്ള ഇതാണ്. ഈ ടൈപ്പ് ഡിസൈനൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പ്ലെയിൻ ഫ്ലവർ ഇങ്ങനത്തെ സിമ്പിൾ ഡിസൈൻസൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻ കൂട്ടി ചെയ്യാൻ പറ്റും. ഇതിൽ ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇതിൻ്റെ വരുന്നതെല്ലാം മെറ്റീരിയലുകളെല്ലാം ഫുൾ തമിഴ്നാട്ടിൽ നിന്നാണ്. കസവ് നമ്മൾ നെയ്യാൻ ഉപയോഗിക്കുന്ന കസവ് വരുന്ന സൂറത്ത് അവിടെ നിന്നാണ്. ബാക്കി എല്ലാം ഇതിൻ്റെ പാവും ഊടും ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ കെമിക്കൽസും ഇത് തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. യന്ത്രനിർമ്മിത തുണിത്തരങ്ങളുടെ കാലത്തും നെയ്ത്തിന് അന്ത്യം സംഭവിച്ചിട്ടില്ലെന്ന് ഇവരിലൂടെ വ്യക്തമാകുന്നു. 100ഓളം കുടുംബങ്ങൾ പാർക്കുന്ന ഈ ഗ്രാമത്തിൽ ചുരുങ്ങിയത് 30ഓളം കുടുംബങ്ങൾ മാത്രമാണ് നെയ്ത്തിനെ ആശ്രയിച്ച് കഴിയുന്നത്. നെയ്ത്തിനോടുള്ള ഇഷ്ടവും അതോടൊപ്പം പാരമ്പര്യ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഇവർ ഇന്നും ഇത് തുടർന്നു വരുന്നത്. ഒരു ശരാശരി കൈത്തറി നെയ്ത്ത് ചെയ്യുന്ന കുടുംബത്തിന് മാസം 11,000 രൂപയാണ് ലഭിക്കുക. ഇക്കാലത്ത് കൈത്തറിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു കുടുംബം മുന്നോട്ടു പോകാൻ കഴിയുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ആയതിനാൽ പലരും മറ്റു തൊഴിലുകൾ തേടി നാനാദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഏകദേശം 14 ടെക്സ്റ്റൈൽസുകൾ ഇന്ന് ഈ ഗ്രാമത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വരും കാലത്ത് ഈ നെയ്ത്ത് ഗ്രാമം ചരിത്രത്താളുകളിൽ മാത്രം അവശേഷിക്കുമോ എന്ന ചോദ്യത്തിലാണുള്ളത്.